സംസ്ഥാനത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ആരോഗ്യവകുപ്പിനെ മറയാക്കിയുള്ള നിയമന തട്ടിപ്പ് കേസ്. മലപ്പുറം സ്വദേശി ഹരിദാസൻ കുമ്മോളി ആരോഗ്യവകുപ്പിന് ഒരു പരാതി നൽകി. ആ പരാതിയെ അടിസ്ഥാനമാക്കി നിയമന തട്ടിപ്പ് വാർത്ത റിപ്പോർട്ടർ പുറം ലോകത്തെ അറിയിച്ചു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരായി. നിലവിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് പോലീസ്. ഏപ്രിൽ 10 ഞാൻ പൈസ കൊടുത്തു. 12-ാം തീയതി ഈ കുട്ടിക്ക് ഏപ്രിൽ 25-ന് മുമ്പ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഓർഡർ അയച്ചു തന്നു. പക്ഷേ 6 മാസമായിട്ട് പോസ്റ്റിംഗ് ചെയ്യാതെ ഞാൻ PS-ന് അപേക്ഷ കൊടുത്തു, മന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു തട്ടിപ്പാണെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. തട്ടിപ്പിനിരയായെന്ന് ബോധ്യമായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും ഹരിദാസൻ മാസ്റ്റർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അഖിൽ സജീവിന് ആരോഗ്യവകുപ്പ് ഓഫീസിലുള്ള ബന്ധമെന്ത്? നിരവധി ചോദ്യങ്ങൾക്കാണ് ആരോഗ്യവകുപ്പും മന്ത്രിയും മറുപടി പറയേണ്ടത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമടക്കം പ്രതിക്കൂട്ടിലായ പരാതി. ആരോഗ്യവകുപ്പിൽ ദിവസങ്ങളോളം ചലനമറ്റ് കിടന്നു. റിപ്പോർട്ടർ വാർത്ത ഏറ്റെടുത്തു. പിന്നാലെ ആരോഗ്യവകുപ്പ് ഉറക്കമുണർന്നു. സ്റ്റാഫ് അംഗം അഖിൽ മാത്യു പരാതിയും നൽകി. പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ 4 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി അഖിൽ സജി. നിയമന തട്ടിപ്പ് കേസുകളിലടക്കം 3 കേസിൽ അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10ഓളം കേസുകളിൽ പ്രതിയായിരുന്നു അഖിൽ സജീവ്. റിപ്പോർട്ടർ വാർത്ത പോലീസിന്റെ കണ്ണു തുറപ്പിച്ചെന്ന് വ്യക്തം. വിവിധ കേസുകളിലെ പ്രതിയായ ലെനിൻ രാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമന തട്ടിപ്പ് നടന്നുവെന്ന റിപ്പോർട്ടർ വാർത്ത വ്യാജമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയായി മാറി പോലീസ് അന്വേഷണവും അറസ്റ്റ് നടപടികളും. പരാതി ലഭിച്ചിട്ടും മൗനം പൂണ്ട ആരോഗ്യവകുപ്പിനും തട്ടിപ്പ് സംഘങ്ങൾ കൺമുന്നിലൂടെ വിലസിയിട്ടും കണ്ണടച്ചിരട്ടാക്കിയ പോലീസിനും ബോധോദയമുണ്ടാകാൻ റിപ്പോർട്ടർ വാർത്ത വേണ്ടി വന്നു. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സകല വെല്ലുവിളികൾക്കിടയിലും വാർത്തയെ പിന്തുടർന്ന് റിപ്പോർട്ടർ നടത്തിയ ജാഗ്രതയാണ് കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ച ഒരു തട്ടിപ്പ് സംഘത്തെ ജയിലറയിലേക്ക് എത്തിച്ചത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.